നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, കലൂര് മുബാർക്ക് ഹോട്ടൽ ഉടമ ഷംസുദ്ദീൻ ഇന്നലെ മരണപ്പെട്ടു. ഇന്ന് മറവിൽ. ആ മഹാത്മാവിനെ ആദാര്യങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ പടച്ചവനെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് സ്വർഗത്തിലാക്കണമെന്നും അതോടൊപ്പം ഞങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യരെ, ഇന്നലെ നമ്മൾ പറഞ്ഞു ഈ സമസ്തയുടെ കാര്യത്തിൽ നടന്നപ്പോൾ അവർ വെച്ച ഡിമാൻഡ് 3 ദിവസത്തെ അവധിയാണ്, അതൊന്നല്ല വേണ്ടതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി സൂചിപ്പിക്കാം. പലരും ചോദിച്ചിട്ട് പറയണം. കാന്തപുരം അബൂക്കർ ഇതൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ടീമാണ് അവർ. ആലപ്പുഴയുടെ ഒരു കളക്ടറെ മാറ്റാൻ വേണ്ടി 10,000 പ്രവർത്തകരായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി, ലക്ഷങ്ങൾ മുടക്കി. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞങ്ങളുടെ ആ ഐക്യു, ആ ഇൻ്റലിജൻറ്റ് ചിന്താഗതിയും അവിടെയൊക്കെ നമ്മൾ വ്യത്യാസത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പറയാണ്. അവരൊക്കെ എത്രയോ വലിയ വലിയ മഹാത്മാക്കളാണ്. കേവലം ഒരു ഫോൺ കോൾ കൊണ്ട് പിണറായി സഖാവിനെ വിളിച്ച് കാന്തപുരം ഉസ്താദ് ഒരു ഫോൺ പറഞ്ഞാൽ മതി, സഖാവെ ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ചെയ്യാവുന്നൊക്കെ ഉള്ളൂ. അതിനാണ് ലക്ഷങ്ങൾ രൂപ മുടക്കി 10,000 ആൾക്കാരെ കൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് നടത്തിയത്. കേവലം ഒരു കളക്ടറെ മാറ്റാൻ വേണ്ടി. നമ്മുടെ അധ്വാനം, വിലയേറിയ അധ്വാനവും മൂല്യവും നഷ്ടപ്പെട്ടില്ലേ നിസ്സാര കാര്യത്തിന് വേണ്ടി? അങ്ങനെ നിസ്സാര കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടതാണോ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മൂലധനം അല്ലെങ്കിൽ മൂല്യം? ഒരു ജനസംഖ്യാനുവാദി സംവരണം വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ലക്ഷ്യമുണ്ട്. ജനസംഖ്യാനുവാദി സംവരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ നിങ്ങളോട് കാര്യം സൂചിപ്പിക്കുന്നത്. പിണങ്ങരുതാരും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറയാണ്, ഒരു പാർട്ടി മാത്രമല്ല. അത് 75 കോടിയോളം വനിതകളുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. ആ 75 കോടിയോളം വനിതാ വനിതയെ ഇന്ത്യയിലെ സർവ്വ രാഷ്ട്രീയ പാർട്ടിയും, എൻ്റെ പാർട്ടി ഉൾപ്പെടെ, വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചതിക്കുകയോ ചെയ്യലായിരുന്നു. എങ്ങനെയാണ് ദൈവം പറഞ്ഞുതരാം. വനിതാ സംവരണ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഏകപക്ഷീയമായിട്ട് പ്രധാനമന്ത്രി കേന്ദ്രം പാസ്സാക്കിയിടും. എന്നിട്ട് എന്ത് ചെയ്യണം? അത് എന്തെങ്കിലും പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ 2011 സെൻസസ് കഴിഞ്ഞു. ഇപ്പോൾ 2021 സെൻസസ് നടന്നില്ല. ഇനി സെൻസസ് നടക്കുന്നത് 2031 2031 കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ 35 എന്ന് പറഞ്ഞാൽ കേവലം 10 വർഷം പോകും. ഈ 10 വർഷത്തിനുള്ളിൽ എത്രയോ അർഹതപ്പെട്ട വനിതകൾ മരിച്ചു പോയി, രോഗിയായി പോകും. ഇതിനൊക്കെ ആര് സമാധാനം പറയും? അതിനേക്കാൾ ഉപരി രാഷ്ട്രീയ പ്രവർത്തകരെ, നേതാക്കളെ, നിങ്ങൾക്ക് ചിന്താശക്തി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളിത് ഒരു ചെറിയ നിർദ്ദേശം വയ്ക്കാം. 1, ഇലക്ഷനിൽ വനിതകൾക്ക് സംവരണം കൊടുക്കണമെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ സമരം കൊടുക്കുക, അത് നിയമമുണ്ടാക്കേണ്ട ആവശ്യമില്ല, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേവലം ഓരോ പാർട്ടിയും അവരുടെ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ ഞങ്ങളുടെ പാർട്ടി വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് 10, 20, 30, 40, 50, 60 അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഉദാഹരണം 3-1 വയ്ക്കാം. 3-1 സ്ഥാനാർത്ഥികൾ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. കേവലം ഒരു തീരുമാനം മാത്രം മതി. പാർട്ടിയുടെ ദേശീയ സംസ്ഥാന കൗൺസിൽ കൂടുമ്പോൾ ഈ ഒരു നിർദ്ദേശം, ഈ ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കി എടുത്താൽ മതി. എന്താണ് പ്രമേയം? വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങളുടെ പാർട്ടി വനിതകൾക്ക് 3-1, 4-1 അല്ല 5-1 അല്ലെങ്കിൽ പകുതിയോ സംവരണം കൊടുക്കുന്നതാണ് എന്ന് പറയുകയും സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ ഇത്ര ശതമാനം വനിതകൾക്ക് വേണമെന്ന് മുന്നോട്ട് കൊണ്ടുവച്ചാൽ ഈ കഴിഞ്ഞ 2 ടേമിൽ അവർക്ക് അവസരം കിട്ടില്ലായിരുന്നോ? ഇവിടെ രാഷ്ട്രീയക്കാർ, ഇവിടെ ബുദ്ധിജീവികൾ, ഇവിടെ ചിന്തകന്മാർ, ഇവിടെ വനിതാ നേതാക്കൾ ആരെങ്കിലും ഉന്നയിച്ച വിഷയം പറഞ്ഞോ? പ്രധാനമന്ത്രി ഒരു ഇത് കൊണ്ടുവന്നത് അത് 10 വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾ, അത് നടപ്പിലാക്കാൻ വേണ്ടിയൊന്നുമില്ല. അത് നടപ്പിലാക്കിയാൽ 10 വർഷം കഴിയും, എന്നാൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എത്രയും നിസ്സാരമായി ചെയ്യാൻ സാധ്യതയുള്ള ഒരു തീരുമാനത്തെ, നിയമത്തെ, ഒരു അഭിപ്രായത്തെ
അതിസങ്കീർണമായി പാർലമെന്റിൽ കൊണ്ടുവന്ന് ഏകപക്ഷീയമായിട്ട് ചർച്ചയില്ലാതെയൊക്കെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ പാസ്സാക്കിയെടുത്ത്. എന്നിട്ട് ഇത്രയും വർഷം എത്ര കഴിഞ്ഞു? അത് എന്തെങ്കിലും ചലനം ഉണ്ടാകണമെങ്കിൽ ഇനിയൊരു 10 വർഷം കഴിയണം, അല്ല 1 വർഷം കഴിഞ്ഞപ്പോൾ 9 വർഷം കഴിയണം. അപ്പം ഈ 10 വർഷം കൊണ്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ രോഗം മൂലം മരണം മൂലം സംഭവിച്ചാൽ ആരും ഉത്തരവാദിത്വം ചെയ്യും? അപ്പം അതാ പറഞ്ഞ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സാധാരണക്കാർ ഭൂരിപക്ഷം വരുന്ന വനിതാ വനിതകളെ ബോധപൂർവം അല്ലെങ്കിൽ ബോധപൂർവം അല്ലാതെ, ബോധപൂർവം ചെയ്തു ഞാൻ പറയുന്നില്ല, കാരണമല്ല ബോധമല്ല, ഫലം എന്ന പൊന്നിന് സൂചി കൊണ്ടാലും ഇരുമ്പിന് സൂചി കൊണ്ടാലും കണ്ണ് പൊട്ടും എന്ന് പറയും പോലെ ബോധപൂർവം അല്ലാതെയും ബോധപൂർവം ആണെങ്കിലും ഫലത്തിൽ വനിതകളെക്ക് ബുദ്ധിമുട്ടാക്കായിരുന്നു. എന്താ നേതാക്കൾ നിങ്ങൾ ചിന്തിച്ചൂടെ? നിങ്ങളുടെ പാർട്ടി യോഗം കൂടുമ്പോൾ ഇതിൻ്റെ 3-1 അല്ലെങ്കിൽ 4-1 അല്ലെങ്കിൽ 5-1 അല്ലെങ്കിൽ പകുതി വനിതകൾക്ക് സംവരണം ചെയ്തു തോന്നി സ്ഥാനാർത്ഥി നടത്തിയാൽ അത് നടക്കൂലേ? ചെയ്തോ? അപ്പം ഇതൊന്നും ആത്മാർത്ഥമായിട്ടില്ല, കേവലം വോട്ടിന് വേണ്ടി മാത്രം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ BJP ഗവൺമെൻറ് കൊട്ടിഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് മുത്തലാഖ് നിയമം, പിന്നെ നഷ്ടപരിഹാരവും. മുത്തലാഖ് നിയമം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷിച്ച് അങ്ങനെ ഒന്നും ഇല്ല. ഇല്ലാത്തൊരു നിയമത്തിൻ്റെ പേരിലാണ് ഈ സമുദായത്തിൻ്റെ പേരിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് പബ്ലിക്കിന് മുമ്പിൽ കൊറ്റപ്പെടുത്തി നശിപ്പിച്ച് കൊണ്ടിന് കൊല്ലാത്തവരാക്കിയിട്ട് ഒരു മുത്തലാഖ് നിയമം ഉണ്ടാക്കി. എന്നിട്ട് വിവാഹ കാര്യം ഒന്നും ഒരു ക്രിമിനൽ കുറ്റമല്ല, അത് സിവിൽ കേസാണ്. ഇതിനെ മാത്രം മറ്റു ഒരു ജാതിക്കും അത് ക്രിമിനൽ അല്ല, ഇവരെ മാത്രം ക്രിമിനൽ കേസാക്കി 5 വർഷം 10 വർഷം ജയിൽ ശിക്ഷിച്ചിട്ട്. അതിൻ്റെ ഒരു വിരോധാഭാസമാണെങ്കിൽ അങ്ങനെ മുത്തലാഖ് ചെയ്യുന്ന പുരുഷന് വർഷങ്ങളോളം സ്ത്രീക്ക് നട്ടുപരിഹാരം കൊടുക്കാനുള്ള നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അവർ കൊണ്ട് ഈ അകത്തിട്ട പിന്നെ ഈ പൈസ ഈ പെണ്ണിനെ ആരും അന്വേഷിക്കും, ആര് കൊടുക്കും? ഒരു പിന്നെ ശൈലില്ലേ? അപ്പോൾ പ്രായോഗികമായിട്ട് എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ വെറും വോട്ട് ബാങ്കാണ്, അതാണ്. അപ്പോൾ ജനങ്ങൾ പറ്റിക്കുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഒരു പാർട്ടി മാത്രമല്ല പാർട്ടി, എല്ലാവരും അവരുടേതായ കഴിവ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞോളൂ. ഇനി നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞ ആസാം രാഷ്ട്രീയത്തിലേക്കാണ് കളിയൊക്കെ. കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ സതീശൻജി പറയും പോലെ 110 സീറ്റ് ജയിക്കുമെന്നൊക്കെ ഏകപക്ഷീയമായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകില്ലേ? ഒരു അപകടമാണത്. കനകോലുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിലും ചെറിയ വ്യത്യാസമുള്ളൂ, വോട്ടിന് വ്യത്യാസം, ഒരു 1 പോയിന്റ് സംതിങ് വ്യത്യാസമുള്ളൂ. അതൊക്കെ മാറാനും പ്രയാസമില്ല. ഇപ്പം തന്നെ എത്ര പേര് പാർട്ടി മാറാൻ പോകുന്നൊരു വോട്ട് കാര്യമില്ല. പണ്ട് മുല്ലാക്ക ഇതുപോലെ ഒരു കാലിൽ കോഴിയുടെ കാഷ്ടമായി അത് പുറത്ത് വെച്ചുകൊണ്ട് മറ്റേ കാലം അകത്ത് വെച്ച് കൊടുത്ത് പറയട്ടെ തമാശ രൂപയാണോ എനിക്കറിയില്ല. അതുപോലെ അങ്ങനെ ഉള്ള 2 അഭിപ്രായം വേണ്ടെന്നേ. തികച്ചും കോൺഗ്രസ് സംസ്കാരത്തോടും ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും മതത്തോടും യോജിപ്പുള്ള 100% യോജിപ്പുള്ള 10 ആൾ മതിയതേ. ആളിനോട് കൂടിയിട്ട് കാര്യമില്ല, വിശ്വസ്തരെ 10 ആൾ മതി. അപ്പോൾ പോകുന്നൊരു പോട്ടെ, ഇപ്പോൾ പല മുറ്റുപാടത്ത് പോകാൻ നിൽക്കുകയാണ്, അത് പോകട്ടെ. അപ്പം അങ്ങനെ വരുമ്പോഴേ പക്ഷെ നമ്മൾ ഈസിയായി കണക്കാക്കരുത്, വളരെ അപകടം ചെയ്യത്. കാരണം എന്ത് വില കൊടുത്തും കേരളത്തിൽ LDFന് അധികാരത്തിൽ കയറ്റാൻ വേണ്ടി കേരളം ഭരിക്കുന്ന കക്ഷിയും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും കോൺഗ്രസിൽ തന്നെ അപൂർവം ചില ഗ്രൂപ്പും, കാരണം അവർക്ക് ഭരണം കിട്ടൂല്ലെങ്കിൽ BJP വെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് വെട്ടുന്നുണ്ട്, അല്ല കമ്മ്യൂണിസ്റ്റ് വെട്ടുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലാക്കണം സതീശൻജി. ഞാൻ ഉപദേശിക്കുക മാത്രം വലിയവരല്ല ഞങ്ങൾ. പക്ഷേ UDFന് ക്ഷീണം പറ്റുന്ന ആഗ്രഹമുണ്ട്. ഇനിയൊരു ക്ഷീണം പറ്റിയത് തിരുത്താൻ സമയമില്ല, ലാസ്റ്റ് ടൈമല്ലേ. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഈ 40% വരുന്ന ഒരു മുസ്ലിം സമുദായത്തെ വോട്ടാണ് UDFന് കിട്ടുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിന് അധികം വോട്ട് കിട്ടില്ല. ഇന്ന് ഹിന്ദു സമുദായം ഈഴവയിൽ നിന്ന് ഒട്ടും തന്നെ കിട്ടില്ല, നായിൽ നിന്നും വെള്ളക്കൊച്ച കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കനകൂല് പറഞ്ഞാലും കുനകൂല് പറഞ്ഞാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. ജനസംഖ്യക്ക് ഏതാണ്ട് ആനുപാതികമായിട്ട് ഈ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യത്.
ഇതിപ്പോൾ പറക്കി മുന്നോക്ക സമുദായത്തിൽപ്പെട്ട് ആൾക്കാർ കോൺഗ്രസ് ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോ, അതിലൊന്നും ഒരു പരാതിയില്ല. മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ 100 പേരും അവർ വരട്ടെ, 100% വരട്ടെ, അവർക്ക് കുഴപ്പമില്ല. പക്ഷെ വോട്ട് കിട്ടണ്ടേ? ഒരാൾക്ക് ഒരു വോട്ടല്ലേ ഉള്ളൂ. അതെന്താ മനസ്സിലാക്കാതെ? ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ എങ്കിൽ, ഞാൻ വോട്ടിൻ്റെ പാറ്റേൺ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു, വളരെ സത്യസന്ധമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ പറഞ്ഞു, കണക്കുപരമായിട്ടൊക്കെ പറഞ്ഞു ഇന്ന പാറ്റേൺ. പക്ഷെ നിങ്ങളിപ്പോൾ ഓരോന്നും മുന്നോക്ക് സമുദായത്തിൽപ്പെട്ട് ആൾക്കാരെ പെറുക്കി നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഈ 47 സീറ്റ് മിനിമം മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. കൗണ്ട് 10 ബിഫോർ ആക്ഷൻ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ 10 എണ്ണം പറയുമ്പോൾ ചെയ്തതിന് ശേഷം പിന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വരുന്നതിനേക്കാൾ നല്ല വരാൻ സൂക്ഷിക്കുന്നില്ലേ? എന്തെങ്കിലും ആപത്ത് വന്ന് നിങ്ങൾ കോൺഗ്രസ് പരാതിപ്പെട്ട് UDF പരാതിപ്പെട്ട് കാര്യമുള്ളൂ. സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോഴാണ് ചെയ്യണം. 47 പേരെങ്കിലും ഈ സമുദായത്തിൽ കൊടുക്കണം. അത് ഒരു അമാന്തം വയ്ക്കരുത്. ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ സമുദായത്തിൽ ബുദ്ധിജീവികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിജീവികളുടെ. സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞാൽ 10-30 ദിവസം കിട്ടും. ഈ 30 ദിവസം കൊണ്ട് LDF സപ്പോർട്ട് കിട്ടില്ലോ. വളരെയധികം കോലാഹലം ഉണ്ടാക്കും. അത് UDF ക്ഷീണം ചെയ്യും. അവിടെ കൂടുതലൊന്നും കൊടുക്കാൻ പറ്റില്ല ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്. അതിൽ ഒരു അമാന്തം വിചാരിക്കരുത്. ഞാൻ വീണ്ടും സ്നേഹബുദ്ധിയ UDF ഒരു കാരണവശാലും വരാതിരിക്കരുത്. വരണം എന്ന് തന്നെ നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് പറയാണ്. അത് രാജ്യം തന്നെയാണ്, കേരളത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് LDF നിലനിൽക്കണം, UDF ഇത്തവണ വരികയും ചെയ്യണം. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും എവിടെയും വീഴ്ച പറ്റിയാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നലെ പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തല്ലോ. ഏത് നമ്മുടെ മുസ്ലിം ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് പേര് അതിലില്ല. ആകെ ഉണ്ടായതായിട്ട് പണ്ട് ഷിപ്പ്യാർഡിൻ്റെ ഒരാൾ, പഴയ കളക്ടർ, പിന്നീട് ഉണ്ടായത് മുനിസിപ്പൽ ചെയർമാൻ. അത് മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസ്സുകാരനാണ്. മറ്റത് കളക്ടർ ഉദ്യോഗസ്ഥനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലോ ഇടതുപക്ഷ ഇന്ത്യ മുന്നണിപ്പെട്ട ഒരൊറ്റ നേതാവിൻ്റെ പേര് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചില്ല. അതിനർത്ഥം അവർ അത്ര കണ്ട് മനസ്സിലാക്കി ഇത് അപകടമാണ്, അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സംഘടന വേണം, അത് ഉണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകുന്നൊക്കെ അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി പറഞ്ഞ് ഉറങ്ങിക്കിടന്ന് വിളിച്ചോത്തി പറയണത് ഇങ്ങനെയാണ് ചെയ്യട്ടെ, ഞങ്ങൾ ചെയ്യേണ്ടത് കാണിച്ചു കൊടുക്കാണ്. ഒരിക്കലും വെച്ചില്ല. ഇത് 40% വരെ മുസ്ലിങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ലേ? അതിനർത്ഥം ഞാൻ അന്ന് പറഞ്ഞ 100% വരെ നിരീശ്വരവാദികളെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഇത്തവണ LDF വോട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 97% മുസ്ലിം വോട്ടർമാരും UDF വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഈ യുഗത്തിൽ, യുഗമാണല്ലോ പറയുന്നത്, പിന്നെ നമ്മുടെ സതീശൻജി നയിക്കുമ്പോൾ യുഗയാത്രയാണ്, പുതുയുഗമാണ്. ആ പുതിയ യുഗം പറഞ്ഞാൽ യുഗയാത്ര പറയാണ്, യുഗമാണല്ലോ. യുഗത്തിൽ ഇവരാണ് വോട്ട്, അവരെ വോട്ടാണ് കിട്ടാൻ സാധ്യമുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥി ദിനത്തിൽ നിങ്ങളുടെ ഓരോരുത്തരും വ്യക്തി താല്പര്യം വെച്ച് നോക്കിയാൽ അത് അപകടം ചെയ്യും. സതീശൻജി, ഞാൻ വേണുജിയൊക്കെ പറയാണ്, ശ്രദ്ധിച്ച് ചെയ്യണം, വളരെ കണ്ണിങ്ങായിരിക്കണം. അത് തന്നെയുമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാസയും സംഘപരിവാറും എല്ലാം കൂടി ചേർന്നുള്ള ഒരു കുഴമ്പ് രൂപത്തിൽ, അവിയൽ രൂപത്തിലൊരു കേരളത്തിലുണ്ട്. അത് അച്ചുകൊണ്ട് നിരപരാധിയായ ക്രിസ്ത്യാനിയെയും നിരപരാധിയായ ഹിന്ദുക്കളെയും യോജിപ്പിച്ച് മുസ്ലിം വിരോധം ഉണ്ടാക്കി പരമാവധി മുസ്ലിം സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തി അതിന് പകരം എന്താ മുസ്ലിം സ്ഥാനം നിർത്തണമെന്ന് പറയാൻ വേണ്ടി അല്ല പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിം സമുദായം ഇത് മനസ്സിലാക്കിയിട്ട് 99% ഇത്തവണ UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. 99 പോട്ടെ, 3% കുറയും, 97%. 99 വോട്ട് ചെയ്ത് കേന്ദ്രത്തിലാണ്, ദേശീയ കോൺഗ്രസ് പാർട്ടിക്കാണ് അത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരിക്കലും ആര് വഹിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇവിടെ ഒരു അപകടം പറ്റുന്നത് മുസ്ലിം ലീഗിന് 27 സീറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗ് പേര് വളർന്നു വരുന്നു, കോൺഗ്രസ് താഴോട്ട് പോകുന്നു. എനിക്കിത് പറയാൻ കൊള്ളില്ല, കാരണം മുസ്ലിം ലീഗിന് നമുക്ക് കുറ്റം പറയുമ്പോൾ ഞാൻ UDFിൻ്റെ ആളെ നിൽക്കുകയാണ്. പക്ഷേ ഇത് കാണുന്ന സത്യം പറഞ്ഞല്ലോ, കോൺഗ്രസ് പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ മുസ്ലിങ്ങളെ അവോയ്ഡ് ലീഗിനെ മാത്രം കുത്തിപ്പൊക്കി പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ലീഗിനെ പ്രൊജക്റ്റ് ചെയ്ത് ലീഗിനെ കൂടുതൽ സ്ഥാനമാനം കൊടുക്കുന്നവർ കോൺഗ്രസ് നശിക്കും. ഹിന്ദു സമുദായം ക്രിസ്ത്യൻ സമുദായം കോൺഗ്രസ് അകന്നു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ലീഗിനെ അല്ല നിങ്ങൾ പിന്നെ എന്താണെന്ന് പറയുന്നത്,
ആ, ഇത് കാണിക്കേണ്ടത്. അവർക്ക് അവരുടേതായ സീറ്റ് കൊടുക്കണം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ 27 സീറ്റ് ലീഗിന് കൊടുത്താൽ അതിൻ്റെ അപകടം എന്താ അറിയോ? കോൺഗ്രസിന് സീറ്റ് കുറയും ചെയ്താൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ലീഗ് കോൺഗ്രസ് തകർന്നു പോകും. മറിച്ച് നിങ്ങൾ കൊടുക്കണം മുസ്ലിം വോട്ട് ജനസംഖ്യക്ക് ആനുമായി കൊടുക്കേണ്ടത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ കാസർഗോഡിൽ മീറ്റിങ്ങിൽ തങ്ങൾ സതീഷിനേക്കാൾ വലുത് കുഞ്ഞാക്കായും തങ്ങളുടെ ഫോട്ടോ ആണെന്നുള്ള പരാതിയുണ്ട്. ഒരു പരിധി അത് ശരിയാണ്. കാര്യം മലബാർ മേഖല മുസ്ലിം ഭൂരിപക്ഷമാണ്, അത് ലീഗുമാണ്. ഭൂരിപക്ഷം മുസ്ലിം ഉണ്ട് ചോദിച്ചാൽ മുഴുവൻ ലീഗ് ഭൂരിപക്ഷമൊന്നും അല്ല. അത് ഞാൻ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞല്ലോ. ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണ്, വലിയ വഞ്ചനയാകും. കാരണം പാലക്കാട് മുതൽ കാസർഗോഡ് ഒരു 65 മണ്ഡലമുണ്ട്. ഈ 65 മണ്ഡലം മോർ ദാൻ 50% മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. എന്നിട്ട് കഴിഞ്ഞ അസംബ്ലിയിൽ 65 സീറ്റിലും മത്സരിച്ച് കോൺഗ്രസ് അല്ലേ സതീശൻജി. എന്നിട്ട് എത്ര പേര് 4-5 പേര് ജയിച്ചുള്ളൂ. അവിടെ മുസ്ലിം ഇല്ലാത്തതുകൊണ്ടാണോ? അവിടെ ലീഗാരില്ല. ലീഗണി വോട്ട് ചെയ്യുന്ന സംശയമൊന്നുമില്ല. ലീഗണി യാതൊരു സംശയമില്ല, അവർ വാക്ക് പാലിക്കും. ചതിവൊന്നും കാണിക്കില്ല, വഞ്ചന. അത് ഈ മുനാഫിക്കുടെ പണി. ഈമാന് ശരിയല്ല, അതുകൊണ്ട് മുനാഫിക്കൊന്നും ലീഗുകാർ കാണിക്കില്ല. പറഞ്ഞു തന്നെയാണ്. അതിലെ 98% ആന്റണിക്ക് വോട്ട് ചെയ്ത്. അപ്പോൾ അവരെ വിശ്വസിക്കുക. അല്ലപ്പോൾ ഇതാണ് പറഞ്ഞില്ലേ നമ്മുടെ രവി പിള്ളയുടെ പിള്ള സാർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും വർഗം ലോകത്ത് മുസ്ലിങ്ങളാന്ന് പറഞ്ഞു. അല്ല കോടീശ്വരനാണല്ലോ, അത് വിശ്വസിക്കുക, സംശയമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം ലീഗിനെയും യൂണിവേഴ്സിറ്റിയുടെയും, മറിച്ച് ആ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ പേരാണെങ്കിൽ നിങ്ങൾ മുഴുവൻ സീറ്റ് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഇത് മുസ്ലിം എന്ന ജാതി പേര് വെച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നിങ്ങൾ അമിതമായി പ്രോത്സാഹിപ്പിക്കുക പറ്റിയാൽ അത് കോൺഗ്രസിന് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ക്ഷീണമാണെന്ന് എന്ത് കോൺഗ്രസ് മനസ്സിലാക്കാത്തത്? ഞാൻ ലീഗിനെ കുറ്റപ്പെടുത്തല്ല, അവർ എത്രയും പെട്ടെന്ന് പേര് മാറ്റേണ്ടതായിരുന്നു. മുസ്ലിമിൻ്റെ പേര് മാറ്റി വേറെ ദേശീയതായിൽ നിൽക്കണ്ടായിരുന്നു. ഇതില്ല. ഇത് തൊപ്പിയും വെച്ച് തങ്ങളെയും വെച്ച് കൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ കാണിച്ച പോലെ അതിൻ്റെ പേരിൽ 10 സീറ്റ് വടക്കേ ഇന്ത്യയിൽ പോയില്ലേ? മനസ്സിലായില്ലേ കോൺഗ്രസ്? ഇപ്പം കേരളത്തിൽ തന്നെ സംഭവിക്കും. അമിതമായി പ്രാധാന്യം കൊടുക്കരുത്. ഞാൻ പറഞ്ഞ അമിതമായി പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടക്കൊണ്ടായില്ല. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളല്ലാത്തൊരു ഇവിടുത്തെ 50, 10, 40, 60% കൂടുതൽ മുസ്ലിങ്ങളല്ലാത്തൊരു വിഭാഗമുണ്ട്. 10, 65%. അവരും കൂടി നമ്മൾ നോക്കണം. എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ ഒഴിവാക്കണമെന്ന് അറിയാം. അപ്പം മുസ്ലിം ലീഗ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മുസ്ലിങ്ങൾക്ക് മാന്യമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണം. അത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് മാത്രം, അല്ലാതെ എല്ലാം കൊടുക്കാമല്ലോ. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ഏതാണ്ട് തുല്യമായിട്ട് മുസ്ലിം സമുദായത്തിന് കൊടുക്കും. ലീഗിനെല്ലാം കൊടുക്കേണ്ടത്. ഇവിടെ കോൺഗ്രസ് ചെയ്യുന്ന പോലെ ലീഗിനാകെ കൊടുക്കും. മുഴുവൻ ലീഗ് വാങ്ങിച്ചെടുക്കുകയും ചെയ്യാണ്. അതാണ് കോൺഗ്രസ് തകരാൻ കാരണം. പാസൻ ഓടിപ്പോഞ്ഞ് നടക്കാൻ സീറ്റ് വേണ്ടി അങ്ങനെ ഓരോരുത്തരും. അത് നമ്മൾ പറഞ്ഞില്ല, ഒരു 40 വയസ്സിൽ 60 വയസ്സുള്ളവർക്ക് മാത്രം മത്സരിക്കാൻ നിയമം ഉണ്ടാക്കേണ്ട. പാർട്ടി തീരുമാനിച്ചാൽ പ്രശ്നം നടക്കൂലേ? 2-3 പ്രാവശ്യം നിൽക്കുന്നവർക്ക് കൊടുക്കാതിരിക്കേണ്ട. ഇപ്പോഴും അസരൊക്കെ ആവശ്യപ്പെട്ട് എന്താണ് ഇപ്പം? എന്നിട്ട് എന്താ പറയുക, അസരും പിന്നെ റഷീദിനും നാവായിക്കുളം റഷീദിനും മറ്റേ ഒരു 3 മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത്. അതെന്ത് പറച്ചില്ല പറയുന്നത്? ബാക്കി വയസ്സന്മാർക്ക് കൊടുക്കാം, ഇവർ 3 മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് കനകൂലു പറഞ്ഞു പറഞ്ഞേ. കനകൂലും ഗുണകൂലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ജയിക്കാൻ വേണ്ടി സ്ഥാനത്ത് ചെയ്യുമല്ല, അത് ജനസംഖ്യക്ക് ആനുപാതികമായിരിക്കണം, മുസ്ലിം സമുദായത്തിന് ആനുപാതികമായിരിക്കണം. അല്ലാതെ ഏത് കനകൂല് പറഞ്ഞാലും ഏതാരും വോട്ട് ചെയ്യേണ്ടവരാണ്, അത് മനസ്സിലാക്കണം. വോട്ട് കിടക്കുന്നവരുടെ കയ്യിലാണ്. ഞാൻ പറയും 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നായർ കിട്ടാണെങ്കിൽ UDF-ൽ, 1 വോട്ടാണ് ഈഴവന് കിട്ടുന്നുള്ളൂ, 1 വോട്ടാണ് ദളിതന് കിട്ടുന്നുള്ളൂ, 1 വോട്ടാണ് ധീവരന്മാർ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള 37 വോട്ട് കിട്ടുന്നത് ഈ സമുദായത്തിന്. അത് ഓർമ്മയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ അല്ല, അത് മുസ്ലിം സമുദായത്തിൻ്റെ. ഇവിടെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ലീഗായിട്ടാണ്. അങ്ങനെ കണക്കാക്കരുത്. അത് അപകടം ചെയ്യും. അത് ലീഗിനും അപകടം ചെയ്യും, മുസ്ലിം കോൺഗ്രസും അപകടം ചെയ്യും. അപ്പോൾ ദയവ് ചെയ്ത് ഇതൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പും ഇപ്പം കനകൂല് പറയും പോലെ ഞങ്ങളുടെ ഗ്രൂപ്പും മനസ്സിലാക്കി ആ രഹസ്യവും ആ കണക്കും നിങ്ങളെ ഉദ്ധരിക്കുന്നത് ലീഗ് വിരോധം കൊണ്ടോ കോൺഗ്രസ് വിരോധം കൊണ്ടോ അല്ല. പക്ഷേ യാഥാർത്ഥ്യമായിരിക്കണം. കണക്കായിരിക്കണം. കണ്ണടിച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാവില്ല. എല്ലാവരും പൊതുവെ ഒരു ധാരണയുണ്ട്. UDF വന്നാൽ മുസ്ലിം ലീഗാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് പോയി മാറ്റിയപ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു തുടങ്ങി. അതൊക്കെ പറയും തെറ്റിദ്ധാരണല്ലേ. അതിന് പ്രചരണം കൊടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ കേന്ദ്രമായിട്ട് ഇസ്രായേൽ ലോബിയുടെയും കാസയുടെയും സംഘപരിവാറിൻ്റെയും മറ്റും ഒരുപാട് നിരീശ്വരവാദികളുടെയും യുക്തിവാദികൾക്ക് ഒരുപാട് ഗ്യാങ് ഉണ്ട്. അതായത് നിങ്ങൾ കോൺഗ്രസ്സുകാരെ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ
കർണാടകയിൽ BJP താഴെ ഇറക്കാൻ വേണ്ടി നൂറുകണക്കിന് NGOs, നോൺ ഗവൺമെൻറ് സർവീസ് ഓഫീസേഴ്സ് അത് നിസ്വാർത്ഥമായിട്ട് പണിയെടുത്ത് വോട്ടേഴ്സ് പേരെടുത്ത് വോട്ട് ചെയ്യിച്ചു. അവരൊന്നും ആവശ്യപ്പെട്ടില്ല, എന്നാലും BJPയുടെ ആ അഴിമതി ഒഴിവാക്കാൻ വേണ്ടി അങ്ങ് ജയിക്കുകയും ചെയ്തു. അല്ല, ഇവിടെ നൂറുകണക്കിന് ഈ NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ UDFന് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി LDF അധികാരത്തിൽ വരാൻ വേണ്ടി ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ചെറിയ ചെറിയ ചാനലുകളൊക്കെ. ഇതൊക്കെ കാണാതെ പോകരുത്. എന്തോ പഞ്ചായത്ത് വോട്ടിൽ കുറച്ച് വോട്ട് കിട്ടിയതിൻ്റെ പേരിൽ എല്ലാം UDFനാണെന്നുള്ള ചിന്ത വന്നാൽ അത് അപകടം ചെയ്യും. തിരുത്താൻ പറ്റാത്ത അപകടത്തിൽ തീരും. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, ഞാൻ 2 കാര്യം പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കണം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവരെല്ലാം കൊണ്ട് ഈ കോൺഗ്രസിലെ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കണം. വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെയും ഏജന്റുമാരും അതിൻ്റെ ആൾക്കാരും അതിൻ്റെ പുറകിൽ നിൽക്കണം. അല്ലാതെ ഒരു ആൾക്കൂട്ടം എടുക്കാനില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനൊക്കെ രാഹുൽ ഗാന്ധിയുടെ ആൾക്കൂട്ടം എന്തായിരുന്നു? നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ ഇത്. പക്ഷെ വോട്ട് വന്നപ്പോഴോ ചുമ്മായി പോയില്ലേ? അതിൻ്റെ കാരണം എന്താ? അവിടെ അഴിമതി കിടന്നു, അട്ടിമറി കിടന്നു. അത് കേരളത്തിൽ വന്നുകൂടാന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ച് കുഞ്ഞാക്ക, അവരൊക്കെ ചെയ്യേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊണ്ടുവന്ന് നോക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെ നിങ്ങളതിൻ്റെ പുറകെ മാറുകയും ചെയ്ത് ഇത്രയും കാര്യം ചെയ്താൽ രാശി നോക്കുന്നത് പറയുമ്പോൾ ശുഭമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.